ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഈ സ്നാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരു മാസം വരെ നല്ലൊരു അടച്ചുറപ്പുള്ള ഒരു ചില്ലും കുപ്പിയിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും നാളെ, അതായത് ഈ പറഞ്ഞ ഒരു മാസം വരെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അത്രയും രുചിയായിട്ടുള്ളൊരു സ്നാക്കാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ എപ്പോഴും അങ്ങനെ കറുമുറാന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കും കൂടിയാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആദ്യം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് ഒരു കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കപ്പ് എന്ന് പറയുന്നത് ഇവിടെ 200 ml ഉള്ള മെഷർമെൻറ്റ് കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പം ഈ തിളച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഇനി അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ വെള്ളം എടുത്തത് അതേ കപ്പിൽ തന്നെ വേണം നമ്മൾ 1/4 കപ്പോളം അരിപ്പൊടി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരിപ്പൊടി നമ്മൾ ഈ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ തന്നെയാണ്. വെള്ളമൊക്കെ നന്നായി വെട്ടി തിളച്ച് വരുമ്പോഴത്തേക്കും അതിനകത്ത് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് പതുക്കെ ലോവിലോട്ട് ആക്കിയിടാം. എന്നിട്ട് 1/4 കപ്പ് ആ ഒരു മെഷർമെൻറ്റ് കപ്പിൽ വെള്ളം എടുത്ത അതേ കപ്പിൽ 1/4 കപ്പോളം അരിപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ്. ഇതിന് വേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് അരിപ്പൊടി, അല്പം വെള്ളം, അല്പം ഉപ്പ്, പിന്നെ വേണ്ടത് മുളക് പൊടി, ചാറ്റ് മസാല. ഇത്രയും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു സൂപ്പർ, ഇതിന് നാച്ചോസ് എന്നൊക്കെയാണ് പറയുക. ഇപ്പം ഇത് പ്രത്യേകിച്ചൊക്കെ ഇത് പുറം രാജ്യങ്ങളിലൊക്കെയാണ് ഇതൊരു എന്താ പറയുക, നമ്മളൊക്കെ ഈ ലെയ്സൊക്കെ കഴിക്കുന്നതിന് പകരമായിട്ട് ഇവർ കഴിക്കുന്ന ഒന്നാണ്. ഇവർ ചിലപ്പോൾ ഇത് കോൺഫ്ലവർ കൊണ്ടാണ് അധികം ഉണ്ടാക്കുക. എന്നാൽ നമ്മൾ നമ്മുടെ രീതിയിൽ ഇതൊരു അരിപ്പൊടി വെച്ചിട്ട് കുറച്ചും കൂടി ഒരു ഹെൽത്തിയർ ആയിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക കുഞ്ഞുങ്ങൾക്ക്, അവർ ഇതേ കഴിക്കത്തുള്ളൂ. നമുക്കിത് ഈ ഒരു മുളക് പൊടി വേണം എന്നൊന്നുമില്ല. അതിന് പകരം നിങ്ങൾക്ക് ചീസ് പൗഡർ ഉപയോഗിക്കാം. അതൊക്കെ ഇപ്പം മാർക്കറ്റിൽ മേടിക്കാൻ അവൈലബിൾ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഉപ്പിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു ചാറ്റ് മസാലയൊക്കെ ഇട്ട് കഴിക്കാനും നല്ല സ്വാദാണ്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്നൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് അവിടെ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ആ ഒരു ചൂടിൽ അതങ്ങനെ കുറച്ചും കൂടെ വെന്ത് കിട്ടും. അപ്പോൾ അവിടെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. ഞാനിതൊന്ന് മൂടിയൊക്കെ തുറന്ന് ഞാൻ ഈ ഒരു അരിപ്പൊടി ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി ഇടുന്നുണ്ട്. ഇനി നമുക്കിത് ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കാം. അന്നേരം നമ്മുടെ കൈക്ക് എന്താ പറയുക, കുഴയ്ക്കാൻ പാകത്തിനുള്ള ഒരു ചൂട് ആവുന്ന രീതിയിൽ നമുക്ക് ആവണം. അല്ലെങ്കിൽ പിന്നെ ഒത്തിരി ചൂടാറിയതിന് ശേഷം കുഴച്ച് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായി കിട്ടത്തില്ല. നമ്മുടെ കൈക്ക് പിടിക്കാവുന്ന ചൂടിൽ വരുമ്പോഴത്തേക്കും ഇതുപോലെ നന്നായിട്ടൊന്ന് പതുക്കെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്നത് പോലെ തന്നെയാണ്. നമുക്കപ്പോൾ അതൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. പിന്നെ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു എന്ത് പറ്റി എൻ്റെ ശബ്ദത്തിന് എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ചോദിച്ചവരോടൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. കാരണം എന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 2 ആഴ്ചയായിട്ട് നല്ല പനിയാണ്. ആ പനിയോടനുബന്ധിച്ചിട്ടുള്ള ചുമയുണ്ട്, ജലദോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ ശബ്ദവും കാര്യങ്ങളൊക്കെ എല്ലാം പോയി കിടക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഇങ്ങനെ അതിൻ്റെ ഒന്ന് എന്താ പറയുക, ഞാൻ ബാക്ക് ടു നോർമലൊക്കെ ആയി വരുന്നത് ഞാൻ ഇപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ശബ്ദത്തിനൊരു കരിക്കറിപ്പും ഈ പാറയമോ കുറച്ച് പോലത്തെ ഒരു ശബ്ദം നിങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അതൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിൽ സോറി. ഞാൻ കുറയ്ക്കാൻ എന്താ പറയുക മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ഒരു സീസണാണെന്ന് തോന്നുന്നു ഈ ഒരു സമയത്ത്, ഈ ഒരു ജലദോഷവും പനിയുടെ ഒക്കെ. അപ്പം അതുകൊണ്ടാണ് എൻ്റെ ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഓരോരുത്തർക്ക് റിപ്ലൈ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഞാൻ ഇങ്ങനെ പറയല്ലേ. അപ്പം ഇതാണ് കാരണം കേട്ടോ. അപ്പോൾ ചോദിച്ചവർക്കൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഞാനിനി ഇതൊന്ന് മാവൊന്ന് പെട്ടെന്ന് തന്നെ കുഴച്ചെടുത്തിട്ട് വരാം. മാവ് ഇപ്പോൾ ഇവിടെ റെഡിയാണ് കണ്ടോ. അത് നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നിങ്ങൾക്ക് ഒരുമിച്ച് ഒന്ന് പരത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിത് വളരെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കിയിട്ടാണ് ഞാനിതൊന്ന് പരത്തിയെടുക്കുന്നത്. നമുക്കിതൊരു ഷേപ്പിനകത്ത്, നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിനകത്ത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട്. ഈ ചപ്പാത്തി പലകയുടെ മേലെയാണ് ഞാൻ ഇതുപോലെ ഒന്ന്, നമുക്ക് പൊടി ഇട്ട് കൊടുക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് ഉണ്ടാക്കുമ്പം പൊടി ഇട്ട് കൊടുക്കത്തില്ല, അതൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. പറ്റുന്ന പോലെ നിങ്ങൾക്ക് നൈസായിട്ട് ഒന്ന് പരത്തി
പരത്തിയെടുക്കുക, തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കാൻ നോക്കുക. ഒത്തിരി തിൻ വേണ്ട, ഒരു മീഡിയം രീതിയിലൊന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഷെയ്പ്പാക്കി കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഒരു കത്തിയൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ഒരു നമുക്കിതിനെ ക്രിസ്പ് എന്നൊക്കെ വിളിക്കാം. ഇതൊരു ചെറുകടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഒന്ന് വറുത്ത് കോരാണ് ചെയ്യുന്നത് എണ്ണയിൽ. അപ്പോൾ അതിങ്ങനെ വീർത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കുത്തി കൊടുക്കണം. അത് ഞാൻ കാണിക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്കിതിൻ്റെ സൈഡ് ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പിസ്സ കട്ടർ വെച്ചിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കത്തിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പിലൊക്കെയാണ് മുറിച്ചെടുത്ത് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഈർക്കിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തിയുടെ അറ്റം വെച്ചിട്ടോ നമുക്ക് ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വറുത്ത് കോരുമ്പോഴത്തേക്കും ഇതിങ്ങനെ പൊള്ളച്ച് പപ്പടം പോലെ പൊള്ളച്ച് വരത്തില്ല. ആ ഒരു ഹോൾസ് ഉള്ളത് കൊണ്ട് വളരെ നമ്മൾ സാധാരണ ഒരു ലേസൊക്കെ നമ്മൾ കഴിക്കുന്നത് പോലെ തന്നെ വളരെ ഫ്ലാറ്റായിട്ട് നമുക്ക് ഈ ഒരു ക്രിസ്പ് കിട്ടുകയും ചെയ്യും. ഇനി ഇത് നമ്മുടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിന് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ. സാധാരണ നാച്ചോസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ ഒരു ഷേപ്പിനകത്താണ് വരിക. ഇത് നല്ല സ്വാദാണ് കഴിക്കാൻ കേട്ടോ. നമുക്കിങ്ങനെ പ്രത്യേകിച്ച് അരിപ്പൊടിയിൽ നമ്മൾ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഒരു മുറുക്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും പിന്നെ ഇടയ്ക്ക് നമ്മൾ പൊടികളൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറൊക്കെ ചേർത്ത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഈ ഡയമണ്ട് കട്ട് എന്നൊക്കെ പറയും, അതൊന്നും വേണം എന്നൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്ക്വയർ ആക്കിയിട്ടൊക്കെ നമുക്ക് എടുക്കാം. ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ഷേപ്പ്, അതായത് കട്ടറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ടർ വെച്ചിട്ട് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിനകത്ത് നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മുറിച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുള്ള നമ്മുടെ എന്താ പറയുക ഈ ഒരു ഷേപ്പൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് എണ്ണയിലൊന്ന് വറുത്തെടുക്കണം. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഹോൾസിൻ്റെ കാര്യം മറക്കരുത്. ഹോൾസ് നിങ്ങൾ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പപ്പടം പൊള്ളുന്നത് ഇങ്ങനെ വീർത്ത് വരുന്നത് പോലെ ഇങ്ങനെ വീർത്ത് വരും. അന്നേരം നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഞാനിത് വറുത്ത് കോരാനായിട്ട് എണ്ണ വെച്ചിട്ടുണ്ട്. ഒരു കുഴിയുള്ളൊരു പാത്രത്തിൽ എണ്ണ നമ്മൾ ഒഴിക്കാൻ നോക്കുക. ഞാനിപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ആദ്യം ഈ എണ്ണ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു ക്രിസ്പ് ഇടുന്നതിനേക്കാളും മുന്നേ നമ്മളിതൊരു മീഡിയം ലോ ഫ്ലെയിമിലോട്ട് കൊണ്ടുവരണം. അതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ എണ്ണ നമ്മുടെ കറക്റ്റ് ആ ഒരു ചൂടായോ എന്ന് അറിയാനായിട്ട് അതിൽ നിന്ന് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ആ ഒരു ഷേപ്പാക്കി വെച്ചിരിക്കുന്ന അതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം ഒന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിങ്ങനെ പൊള്ളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം നമ്മുടെ എണ്ണ കറക്റ്റ് ചൂടായിട്ട് ഉണ്ടെന്നാണ്. ഇനി ഞാൻ ആദ്യം ഒരെണ്ണം ഞാൻ ഇട്ട് കാണിക്കാം. നമുക്കിത് ഒരുമിച്ച് തന്നെ എല്ലാം ഇടാവുന്നതാണ്. പക്ഷെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരെണ്ണം ഇട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്രിസ്പിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു നമുക്ക് എന്താ പറയുക കർമുറ എന്നൊക്കെ പറയാം, ഈ ഒരു സംഭവത്തിന് നമുക്ക് കളറൊന്നും മാറത്തൊന്നുമില്ല. ഇത് അരിപ്പൊടി കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇതിൻ്റെ വെള്ള കളർ തന്നെയായിരിക്കും ഇത് ഉണ്ടാവുക. ചെറുതായിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നെങ്കിലായി, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതുമല്ല ഇത് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ചെയ്യും. കാരണം ഓൾറെഡി ഈ അരിപ്പൊടി വെന്തിട്ടുള്ളതാണ്. അതിന് പുറമെ നമ്മൾ ഇതിനകത്ത് എണ്ണയിലും കൂടെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മിനിറ്റോളം നമുക്കിത് ഇട്ടാൽ മതിയാവും. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒരെണ്ണം ഇട്ടത്. നമുക്കിത് ബൾക്കായിട്ട് തന്നെ ഇടാവുന്നതാണ്. ഇത് ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വറുത്ത് കോരാൻ പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് വറുത്ത് കോരാം. ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്ക് കിട്ടുക കേട്ടോ. പിന്നെ നമുക്കറിയാലോ അരിപ്പൊടിയാണ്, ഉറപ്പായിട്ടും അത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക. നമ്മളിപ്പോൾ ഒരു പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ഇടുന്ന ഒരു സംഭവമാണ് ഈ അരിപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന എന്തിനും കുറച്ചൊരു മുറുക്കം കൂടുതലാണ്. അപ്പോൾ ഞാനിതൊന്ന് വറുത്ത് എടുത്തിട്ട് വരാം. ഇതപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ 1 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ടു. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രത്തിനകത്ത് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ മാറ്റി വയ്ക്കുന്നേക്കാളും മുന്നേ ഏത് പാത്രത്തിലാണോ നിങ്ങൾ വെക്കുന്നത്, ഒരു ടിഷ്യൂ പേപ്പർ വെക്കുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കിച്ചൺ ടൗലൊക്കെ വെക്കുവാണെന്നുണ്ടെങ്കിൽ എണ്ണയൊക്കെ അതിനകത്ത് അത് കുടിച്ചോളും. അപ്പോൾ നമുക്ക് അത്രയും എണ്ണയും നമ്മുടെ വയറ്റിനകത്ത് ചെല്ലത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ വറുത്തെടുത്തിട്ട് വരാം. ഞാൻ പറഞ്ഞ പോലെ ഞാനിവിടെ ബൾക്കായിട്ടാണ് ഇടുന്നത്. എല്ലാമല്ല, ഞാൻ ഒരു 2 ബാച്ചായിട്ടാണിത് ഇട്ട് വറുത്ത് കോരുന്നത്.
അപ്പോൾ അതാ നമ്മുടെ വറുത്ത കോരി എല്ലാം ഞാൻ വറുത്ത കോരി വന്നിട്ടുണ്ട്. ഇങ്ങനെയാണിത് ഇരിക്കുക. പിന്നെ നമ്മൾ വറുത്ത കോരി ഉടനെ തന്നെ ഇതൊന്ന് നമ്മൾ കഴിക്കാനോ മുറിക്കാനോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്പം തണുത്ത പോലെയാണ് ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു 15-20 മിനിറ്റെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രം കഴിക്കാവൂ കേട്ടോ. എന്നാലാണ് നല്ല ക്രിസ്പി ആയിട്ട് വരത്തുള്ളൂ. ഇനി ഇതിനകത്ത് ഞാൻ ചേർക്കുന്ന രണ്ട് മസാലപ്പൊടികൾ എന്ന് പറയുന്നത്, ഒന്ന് ചാട്ട് മസാലയാണ്. അതൊരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉള്ള കശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതല്ല, നിങ്ങൾ സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ കശ്മീരി ചില്ലി പൗഡർ അല്ലാത്ത മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 1/4 ടീസ്പൂണൊക്കെ വളരെ കുറച്ച് മതിയാവും. കാരണം അല്ലെങ്കിൽ ഭയങ്കര കുത്തലായി പോവും അതിന്. അപ്പോൾ ഇത് കശ്മീരി ചില്ലി പൗഡർ നമ്മൾ ചേർക്കുമ്പോഴത്തേക്കും അതിനൊരു നിറമൊക്കെ കിട്ടാനും കൂടെ അതിന് ഹെൽപ്ഫുള്ളാവും. ഈ ഒരു നാച്ചോസിൻ്റെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ ചുമന്നാണ് ഇരിക്കുക. അപ്പോൾ അതാ ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പ് ചേർക്കാം. പക്ഷേ ഞാൻ അരിപ്പൊടിയിൽ ഉപ്പ് നമ്മൾ ആ തിളപ്പിക്കുന്ന സമയത്ത് വെള്ളത്തിൽ ചേർത്തിരുന്നത് കൊണ്ട് ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം കറക്റ്റായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ അതാ നെയ്തനൊന്ന് കഴിക്കാൻ അതിനകത്തൊന്ന് എടുത്തിട്ട് അവൻ തിരിച്ചിട്ടു, വീഡിയോ എടുക്കുവാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും. അതാണ് ഒരു ആളിങ്ങനെ വലിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയത്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡിയാണ്. നല്ല സ്വാദുള്ള സ്നാക്കാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ധൈര്യമായി കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു ലേസും കുറുക്കുറെ അങ്ങനെയൊന്നും നമ്മൾ പാക്കറ്റിൽ നിന്ന് മേടിക്കാതെ വീട്ടിലുള്ള അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഷടപടയെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇപ്പം തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. 5 മിനിറ്റ് മാത്രം മതി ഒന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.